P4 ബ്ലാസ്റ്റേഴ്സിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. സോ ഞാനിത് ഈ വീഡിയോ ചെയ്യുന്നത് നമുക്കെല്ലാവർക്കും അറിയാം. 15-ാം തീയതി കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ അടുത്ത മാച്ച് വരികയാണ്. ചെന്നൈയിൻ FC ആയിട്ടാണ് അടുത്ത മാച്ച്. സോ ISL ടേബിളിലെ ഏറ്റവും അവസാനം സ്ഥാനത്ത് കിടക്കുന്ന രണ്ട് ടീമുകൾ തമ്മിലായിട്ടാണ് അടുത്ത മാച്ച്. സോ വളരെ നല്ല വീറും വാശിയും ഉള്ള ഒരു മത്സരം തന്നെയാണ്. സോ ആ മാച്ചിൻ്റെ പ്രീ മാച്ച് അനാലിസിസും സ്റ്റാർട്ടിംഗ് 11 പ്രൊഡിക്റ്റ് ചെയ്യാനുമാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. സോ വീഡിയോയിലേക്ക് കിടക്കാനായിട്ട് മുന്നായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. സ്റ്റാർട്ടിംഗ് 11ലേക്ക് തന്നെ ഡയറക്റ്റ് എടുക്കാം. സ്റ്റാർട്ടിംഗ് 11 പറയുകയാണെങ്കിൽ ഗോൾ പോസ്റ്റിൽ ഗോൾ കീപ്പർ ധീരജ് സിംഗ് തന്നെയായിരിക്കും തുടരുക. നമുക്കറിയാം കഴിഞ്ഞ മത്സരം വളരെ മികച്ച പ്രകടനം തന്നെയാണ് ധീരജ് സിംഗ് കാഴ്ചവെച്ചത്. ഈവൻ സെക്കൻഡ് ഹാഫിലാണ് 2 ഗോൾ വഴങ്ങേണ്ടി വന്നെങ്കിലും ആദ്യ പകുതിയിൽ വളരെ മികച്ച പ്രകടനം തന്നെയാണ് ധീരജ് സിംഗ് കാഴ്ചവെച്ചത്. വളരെ നല്ല രീതിയിൽ ഈ സീസൺ നല്ല രീതിയിൽ തന്നെ ധീരജ് സിംഗിന് കാഴ്ചവെക്കാൻ സാധിച്ചു. പിന്നെ നമ്മൾ ഡിഫൻസിലേക്ക് വരികയാണെങ്കിൽ ഡിഫൻസിൽ ഒരു മാറ്റം ഉണ്ടാവും. കഴിഞ്ഞ മത്സരത്തിൽ നിന്ന് പ്രീതം സിംഗിന് പകരം അതിന് മുന്നേ മത്സരത്തിൽ റെഡ് കാർഡ് കിട്ടിയ കാരണം സസ്പെൻഷനിലുണ്ടായിരുന്ന ലാൽ റോത്താര തിരിച്ചു വരും. പിന്നെ സെൻട്രൽ ഡിഫൻഡേഴ്സായിട്ട് ലാക്കിറ്റ് പെസിച്ചും സന്ദേശ് ജിങ്കനും സിറിൽ കാളിയും തുടരുന്നതായിരിക്കും. സോ ഈ 4 പേരാണ് നമ്മുടെ ഡിഫൻസ് നിരയായി തുടരുക. വളരെ മികച്ച ഡിഫൻസ് തന്നെയാണ്. കഴിഞ്ഞ മത്സരം ആദ്യ പകുതിയിൽ വളരെ നന്നായി തന്നെ ബാംഗ്ലൂരിനെ തളച്ചിട്ടിരുന്നു ഈ ഡിഫൻസ്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഡിഫെൻഡ് ചെയ്യാൻ സാധിക്കുമെങ്കിലും സെക്കൻഡ് ഹാഫിൽ ഈ ഡിഫൻസിൻ്റെ ഒരു കോൺസെൻട്രേഷൻ പാളുന്ന കാഴ്ച നമ്മൾ കഴിഞ്ഞ മത്സരത്തിൽ കണ്ടു. അത് ഒഴിവാക്കിയാൽ വളരെ മികച്ച രീതിയിൽ തന്നെ എതിരാളികളുടെ എല്ലാ ആക്രമണങ്ങളും തടയാൻ നമുക്ക് സാധിക്കും. ഇനി നമ്മൾ മിഡ്ഫീൽഡിലേക്ക് വരികയാണെങ്കിൽ മിഡ്ഫീൽഡിൽ 3 പേരുണ്ടാവും. സെൻട്രൽ മിഡ്ഫീൽഡറായിട്ട് കിസീറ്റോയും വിങ്ങുകളിൽ സഹൽ അബ്ദുൾ സമദും കിസിറോൺ കിസീറ്റോയും ആയിരിക്കും ഉണ്ടാവുക. നമുക്കറിയാം ഈ 3 മിഡ്ഫീൽഡറെ പറ്റി ആരാധകർക്ക് വളരെ വലിയ പ്രതീക്ഷയാണുള്ളത്. കാരണം ബാംഗ്ലൂർ FC ആയിട്ടുള്ള മാച്ചിൽ വളരെ മികച്ച പ്രകടനമാണ് ഈ 3 മിഡ്ഫീൽഡേഴ്സ് കാഴ്ചവെച്ചത്. കിസിറോൺ കിസീറ്റോ ആയാലും സഹൽ അബ്ദുൾ സമദ് ആയാലും കറേജ് പെക്കുസനുമായാലും 3 പേരും ഒന്നിനൊത്ത മികച്ച പ്രകടനമാണ് കഴിഞ്ഞ മത്സരത്തിൽ കാഴ്ചവെച്ചത്. സോ ഈ 3 പേരെയായിരിക്കും മിഡ്ഫീൽഡറായിട്ട് കോച്ച് ഇറക്കുക. വളരെ നന്നായി തന്നെ അവർ ആ ജോലി കഴിഞ്ഞ മത്സരത്തിൽ നിറവേറ്റിയിരുന്നു നമുക്ക് കാണാൻ സാധിച്ചു. കറേജ് പെക്കുസൺ ഗോൾ നേടി. പിന്നെ വളരെ മികച്ച നീക്കങ്ങൾ മിഡ്ഫീൽഡിൽ നമുക്ക് കാണാൻ സാധിച്ചു. ഈ മിഡ്ഫീൽഡിൽ സഹൽ അബ്ദുൾ സമദിൻ്റെ വളരെ മികച്ച ഒരു സ്കിൽ, പിന്നീട് സോഷ്യൽ മീഡിയയിൽ തരംഗമായ ഒരു വളരെ മികച്ച സ്കില്ല് തന്നെയായിരുന്നു സഹൽ അബ്ദുൾ സമദിൻ്റെ. പിന്നെ കിസിറോൺ കിസിറ്റോയുടെ ഇൻ്റർസെപ്ഷൻസ് വളരെ മികച്ച ഒരു മിഡ്ഫീൽഡ് തന്നെയാണ്. മിഡ്ഫീൽഡിനെ കണ്ടെത്തിയിരിക്കുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. പെക്കുസൺ, കിസിറ്റോ, സഹൽ എന്നീ 3 മിഡ്ഫീൽഡ് കോംബോ. ഇനി നമ്മൾ ഫോർവേഡിലേക്ക് വരികയാണെങ്കിൽ ഫോർവേഡിൽ 3 പേരുണ്ടാവും. സെൻട്രൽ ഫോർവേഡായിട്ട് മത്തേജ് പൊപ്പളാണ്ടിക്കും വിങ്ങിൽ സെമിൻ ലെൻഡുങ്കലും പിന്നെ പ്രശാന്തുമായിരിക്കും ഈ ഒരു ഫോർമേഷനിൽ ഉണ്ടാവുക. നമുക്കറിയാം സ്ലാവിസ സ്റ്റോയനോവിച്ചും കഴിഞ്ഞ മത്സരം വളരെ മികച്ച പ്രകടനം തന്നെയാണ് കാഴ്ചവെച്ചത്. പക്ഷേ ഞാൻ സിറിൽ കാളിയെ സ്റ്റാർട്ടിംഗ് 11ൽ കൊണ്ടുവന്ന കാരണമാണ് സ്ലാവിസ സ്റ്റോയനോവിച്ചിനെ ഇതിൽ ഉൾപ്പെടുത്താണ്ടിരുന്നത്. ചിലപ്പോൾ നേരെ മറിച്ചായിരിക്കും സംഭവിക്കുക. സിറിൽ കാളിക്ക് പകരം മുഹമ്മദ് റാക്കിബ് വരാൻ ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ മുഹമ്മദ് റാക്കിബ് വരികയാണെങ്കിൽ ഫോർവേഡിൽ പ്രശാന്തിന് പകരം സ്ലാവിസ സ്റ്റോയനോവിച്ച് എന്തായാലും ഉണ്ടാവും. സോ ഇതാണ് നമ്മുടെ ഫോർവേഡ് നിര. അത്യാവശ്യം നല്ല രീതിയിൽ ഫിനിഷിംഗ് പാളിച്ചകൾ ഉള്ള ഒരു ഫോർവേഡായിട്ടാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഫോർവേഡ് ആരാധകർ വിലയിരുത്തുന്നത്. അത് സത്യം തന്നെയാണ്. എങ്കിലും കഴിഞ്ഞ മത്സരത്തിൽ പെനാൽറ്റിയിലൂടെ വളരെ മികച്ച ഒരു ഗോൾ തന്നെ സ്ലാവിസ സ്റ്റോയനോവിച്ച് നേടുകയുണ്ടായി. സോ അതുപോലുള്ള പെനാൽറ്റി ഉണ്ടാക്കാനുള്ള നീക്കങ്ങൾ കേരള ബ്ലാസ്റ്റേഴ്സ് നടത്തുകയാണെങ്കിൽ നമുക്ക് എളുപ്പം ജയിച്ച് മറികടക്കാവുന്നതാണ് ചെന്നൈയെ. ചെന്നൈയിൻ FCയെ പറ്റി പറയുകയാണെങ്കിൽ കഴിഞ്ഞ മത്സരം അവർ ബാംഗ്ലൂർ FCയോട് 2-1 ജയിച്ചിരിക്കുകയാണ്. വളരെ മികച്ച ഫോമിൽ നിൽക്കുന്ന ടീമാണ്. CK വിനീത് അടക്കം വളരെ നല്ല കോർഡിനേഷനിൽ പ്ലെയേഴ്സിനൊപ്പം വളരെ മികച്ച രീതിയിൽ കളിക്കുന്നുണ്ട്. സോ ചെന്നൈയിൻ FCയെ പേടിക്കണം നമ്മൾ. കാരണം ബാംഗ്ലൂർ FC ആണ് അവർ കഴിഞ്ഞ മത്സരത്തിൽ തോൽപ്പിച്ചത്. അതിൻ്റെ ഒരു ആത്മവിശ്വാസം അവർക്ക് നന്നായി തന്നെ ഉണ്ടാവും. എന്നാൽ നമ്മൾ കഴിഞ്ഞ വട്ടം ബാംഗ്ലൂരിനെ വിറപ്പിച്ചിട്ടാണ് വരുന്നത്. അതിൻ്റേതായ ഒരു ആത്മവിശ്വാസം നമുക്കും ഉണ്ടാവും. സോ
മത്സരം ടേബിളിലെ അവസാന സ്ഥാനക്കാരായിട്ടാണെങ്കിലും വളരെ വാശിയേറിയൊരു മത്സരം തന്നെയായിരിക്കും ISL ഈ മത്സരം. സോ ഞാൻ എൻ്റെ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.